നെക്സ്റ്റ് നമ്മൾ സീരീസ് LR സർക്യൂട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒന്നുമില്ല, ഞാൻ ആദ്യം വരയ്ക്കാം. സീരീസ് LR സർക്യൂട്ട് ഇതാണ് L, ഇതാണ് R. L-ഉം R സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, AC-യിൽ കൊടുത്തിരിക്കുന്നു. AC circuit containing L and R in series. At this instant the voltage is V. At this instant the current is I. At this instant the current will be same for both the components because they are in series. No problem. So ഈ കഥകളെല്ലാം പറയുക. പഴയ കഥകൾ ഞാൻ ഓർമ്മിപ്പിക്കാം. പെട്ടെന്ന് പഴയ കഥകൾ പറയുക. പഴയ കഥകൾ മാത്രം പറഞ്ഞോളൂ. നമ്മൾ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം പറയുക. അവിടെ നമ്മൾ വരച്ച പടം ഇതാണ്. വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ ഇങ്ങനെയായിരുന്നു അല്ലേ? അതുണ്ടാക്കുന്ന ആംഗിൾ ω t ആണ്. ഇനി വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ ഇതാണെങ്കിൽ കറണ്ടും അതേ ലൈനിൽ കൂടെ ആയിരുന്നു. ഇതാണ് ആറിനെ പറ്റി. നമുക്കിവിടെ ഉള്ള സാധനങ്ങളെ പറ്റി പറയണം. അടുത്തത് നമ്മൾ പഠിച്ചത് ഏതിനെ പറ്റിയാണ് നോക്കൂ. അടുത്ത് നമ്മൾ പഠിച്ചത് L ഉള്ളതിനെ പറ്റിയാണ്. നോക്കൂ, L ഓൺലി ഇൻഡക്ടർ ഓൺലിയെ പറ്റി പഠിച്ചു. അവിടെ നമ്മൾ വരച്ച പടം ഇങ്ങനെയാണ്. ഇതുപോലെ വരച്ചു. വോൾട്ടേജ് ഇങ്ങനെയാണ്. ഓക്കെ, കറണ്ട് നമ്മൾ വരച്ചത് അവിടെ എങ്ങനെയാണ്? താഴോട്ടാണ്, ഇങ്ങനെയാണ് അല്ലേ? ഇതായിരുന്നു കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട്. ഇത് രണ്ടും തമ്മിൽ 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ ഈ ആംഗിൾ ω t ആയിരുന്നു. ഇത് ഇവിടുത്തെ ഈ ആംഗിൾ നമ്മൾ എങ്ങനെ എടുത്തത്? ω t -π/2 എന്നാണ് എടുത്തത്. ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തത്. ഇനി ബാക്കി കഥകളെല്ലാം ഞാൻ പറയാം. നമ്മുടെ സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. ഞാൻ സർക്യൂട്ടിലേക്ക് വരുന്നു. പെട്ടെന്ന് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, ശ്രദ്ധിക്കൂ. നമ്മുടെ ഈ സർക്യൂട്ടിലെ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വരയ്ക്കുകയാണ്. നമ്മൾ വരയ്ക്കുന്നത് ഫേസ് ഡയഗ്രമാണ്. നോക്കൂ, ഈ സർക്യൂട്ടിലെ കറണ്ടിനെ ഞാൻ I എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ സർക്യൂട്ടിലെ കറണ്ട്. ഞാൻ I എന്ന് വിളിക്കുന്നതിനകത്ത് വിഷമം വല്ലതും ഉണ്ടോ? ഇതാണ് I. ഈ കറണ്ട് എന്ന് പറയുന്നത് ആരിലേക്ക് കറണ്ട് ആവാം? ഈ ഇൻഡക്ടറിലെ കറണ്ട് ആവാം, റെസിസ്റ്ററിലെ കറണ്ടോ ആവാം, ഏതിലെ കറണ്ടോ ആവാം. അപ്പോൾ ഇത് റെസിസ്റ്ററിലെ കറണ്ടായിട്ട് എടുത്താൽ വോൾട്ടേജ് എങ്ങനെ വരയ്ക്കും? അതേ ലൈനിൽ കൂടെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി നമുക്ക് എന്താണ് അടുത്ത സാധനം വേണം. ഏതാണ് ഇത്? കറണ്ടിൻ ഇൻഡക്ടറായിട്ട് എടുത്താൽ വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ എങ്ങനെ വരയ്ക്കും? ഇൻഡക്ടറിൻ്റെ കേസിൽ വോൾട്ടേജ് ആണ് ഹെഡ്, കറണ്ട് ബിഹൈൻഡ് ആണ്. എത്ര ബിഹൈൻഡ് ആണ്? 90 ഡിഗ്രി ബിഹൈൻഡ് ആണ്. നിങ്ങൾക്ക് കഥ അറിയാം. അപ്പോൾ വോൾട്ടേജ് ആണ് ഹെഡ്, കറണ്ട് ബിഹൈൻഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ വരച്ചിരിക്കുന്നത് കറണ്ടാണ്. കറണ്ട് എങ്ങനെയാണ്? ബിഹൈൻഡ് ആണ്. വോൾട്ടേജ് ഹെഡ് ആണ്. അപ്പോൾ വോൾട്ടേജ് എങ്ങനെ വരയ്ക്കണം? വോൾട്ടേജ് ഹെഡായിട്ട് വരച്ചോ. അപ്പോൾ ഇതാണ് വോൾട്ടേജ്. ഇതാണ് വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ അവിടെ ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഇത് കറണ്ട് ഇൻ റെസിസ്റ്റർ എന്നെടുത്താൽ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ അതേ ലൈനിൽ, അതിലാർക്കും ഡൗട്ടില്ല. ഇത് കറണ്ട് ഇൻ ഇൻഡക്ടർ എന്നെടുത്താൽ വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ എങ്ങനെയാണ്? ഹെഡാണ്. എത്ര ഹെഡാണ്? 90 ഡിഗ്രി ഹെഡാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ഹെഡാണ്. ഇനി ഇവിടെ നോക്കൂ, നമുക്കിവിടെ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കൂ. 2 വോൾട്ടേജുകളുണ്ട്, VR-ഉം VL-ഉം. അപ്പം നമുക്ക് ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് നേരത്തെ ഉള്ളതുപോലെ ചെയ്യാം. എങ്ങനെ കണ്ടുപിടിക്കാം? പാരലോഗ്രാം ലോ ഉപയോഗിച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അതാ കണ്ടുപിടിക്കുന്നു. കണ്ടോ? ഇനി ഇതായിരിക്കും റിസൾട്ടൻ്റ് വോൾട്ടേജ്. ഇതിനെ ഞാൻ V എന്ന് വിളിച്ചോട്ടെ. ഇതാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ്. നോക്കൂ, റിസൾട്ടൻ്റ് വോൾട്ടേജും കറണ്ടിനും ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ ഞാൻ ഫൈ എന്നല്ലേ നേരത്തെ വിളിച്ചത്, ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുന്നു. കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് ആണ് ഇതായിരിക്കുന്നത്. ഈ സർക്യൂട്ടിലെ വോൾട്ടേജ് ആണ് ഇരിക്കുന്നത്. ഈ സർക്യൂട്ടിലെ കറണ്ട് ആണ് ഇതായിരിക്കുന്നത്. ആരാണ് ഹെഡ്? വോൾട്ടേജ് ഹെഡും കറണ്ട് ബിഹൈൻഡും. എത്ര ബിഹൈൻഡ് ആണ്? 5 ബിഹൈൻഡ്. അപ്പം ഞാൻ ഈ സർക്യൂട്ടിലെ കറണ്ടിനെ I = Im sin ω t എന്ന് എഴുതാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിനെ എങ്ങനെ എഴുതേണ്ടി വരും? വോൾട്ടേജിനെ ഹെഡായിട്ട് എഴുതേണ്ടി വരും. എത്ര ഡിഗ്രി? 5 ആംഗിൾ. അപ്പോൾ എത്ര എന്ന് എഴുതണം? Vm പറയൂ, സൈൻ ω t + 5 എന്ന് എഴുതേണ്ടി വരും. നേരത്തെ ഉള്ള അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷനായി, കറണ്ടിൻ്റെ ഇക്വേഷനായി. ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ സർക്യൂട്ടിലെ ഫൈയുടെ വാല്യൂ വേണം. അതിന് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ട്രയാങ്കിളിൽ tan phi എന്താന്ന് പറയും? വാട്ട് ഈസ് tan phi? പെട്ടെന്ന് പറയും. tan phi = ഓപ്പോസിറ്റ് സൈഡ്. ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് VL തന്നെയല്ലേ? VL തന്നെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ
അഡ്ജസൻറ്റ് സൈഡ്. ഈ സൈഡ് വി ആർ അല്ലേ, ഇപ്പൊ വി ആർ. ഓക്കെ, ഇനി വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ഐ ആർ മനസ്സിൽ കണ്ടിട്ട് ഐ ഇൻറ്റു ആറിന് പകരം അവിടെ എക്സ് എൽ ആണ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ ആകുമ്പം ഐ ആർ. രണ്ടിലും ഐ ക്യാൻസൽ ആയി. അപ്പൊ ടാൻ ഫൈയുടെ ആൻസർ പറയൂ. അപ്പൊ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്നായി. ഇനി ഇവിടുത്തെ ഫൈ എന്താന്ന് ഞാൻ പറഞ്ഞു തരണോ? ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് എൽ ബൈ ആർ. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ എന്നായി. അപ്പോൾ സർക്യൂട്ടിലെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആയി. കറണ്ട് കാണാതെ പഠിക്കേണ്ടതാണ്. വോൾട്ടേജിന്റെ ഇക്വേഷൻ പറയണം, കറണ്ടിന്റെ ഇക്വേഷൻ പറയണം, പിന്നെ ഫൈയുടെ വാല്യൂ വേണം. ഇനി ഒരു കാര്യം കൂടെ, ഇതേ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് വി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് വി ആർ ആണ്, അതിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി എൽ ആണ്, അതിന്റെ സ്ക്വയർ. ഒരു പേടിയില്ല. അപ്പൊ വി ഈക്വൽ ടു റൂട്ട് ഓഫ് വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഐ ആർ. അപ്പൊ ഐ ആറിന്റെ സ്ക്വയർ പ്ലസ് വോൾട്ടേജ് ഇൻ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഇൻറ്റു എക്സ് എൽ എന്നാണ്, അതിൻ്റെയും സ്ക്വയർ. ഇനി ബാക്കി വി ഈക്വൽ ടു, പെട്ടെന്ന് പറ, വി ഈക്വൽ ടു റൂട്ട് ഓഫ് പറയൂ ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ എക്സ് എൽ സ്ക്വയർ എന്നാണ്. അപ്പൊ വി ഈക്വൽ ടു പറയൂ, രണ്ട് ടേമിലും ഐ സ്ക്വയർ ഉണ്ട്, ഐ സ്ക്വയർ എടുത്തു, ബാക്കി ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്നാണ്. ഇനി ഐ സ്ക്വയറിനെ റൂട്ടിന്റെ വെളിയിൽ കൊണ്ടുവന്നാൽ ഐ എന്നായി. അപ്പൊ വി ഈക്വൽ ടു പറയൂ ഐ എടുത്തു, ബാക്കി റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്നാണ്. അടുത്ത ഐ എടുത്ത് അടിയിൽ വെച്ചു. അപ്പൊ വി ബൈ ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്നാണ്. ഇനി എന്താണ് ഞാൻ പറഞ്ഞത്? വി ബൈ ഐ എന്ന് പറഞ്ഞാൽ നോർമലി ആർ ആണ്. ഇപ്പൊ ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ആകുമ്പോൾ നമ്മൾ ഇതിനെ ഇംപിഡൻസ് എന്ന് പറയും. അപ്പൊ വി ബൈ ഐക്ക് പകരം ഇംപിഡൻസ് എന്ന് എഴുതി. ഇംപിഡൻസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടിപൊളി അല്ലേ? അപ്പൊ ഈ സർക്യൂട്ടിലെ എല്ലാ ഡീറ്റെയിൽസും ആയി. കറണ്ടിന്റെ ഇക്വേഷൻ ആയി, വോൾട്ടേജിന്റെ ഇക്വേഷൻ ആയി, പിന്നെ കറണ്ടിന് വോൾട്ടേജിന് ഇടയ്ക്കുള്ള ആംഗിൾ ആയി, പിന്നെ ഈ സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ആയി. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്ത് വയ്ക്കണം? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇതൊരു പ്രയാസമുള്ള കേസല്ലല്ലോ. കറണ്ടിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഫൈയുടെ വാല്യൂ എന്താണ്? ടാൻ ഇൻവേഴ്സ് പറ, രണ്ടുപേരാണുള്ളത്, എല്ലും ആറും, എക്സ് എൽ ബൈ ആർ. ഇനി ഇസഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് ആദ്യത്തെ ആർ സ്ക്വയർ പ്ലസ് അടുത്ത എക്സ് എൽ സ്ക്വയർ. അതൊക്കെ ജസ്റ്റ് മനസ്സിലിരിക്കുക എന്നുള്ള കേസേ ഉള്ളൂ. അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ് തൊട്ട് വീണ്ടും ഒരേ ഒരു പ്രാവശ്യം കൂടെ പറയൂ, ഒരു പ്രയാസമുള്ള കേസല്ല. അപ്പം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഞാൻ ഫുള്ള് റൈസ് ചെയ്യാണ്. സൊല്യൂഷൻ. സോ വി ഹാവ് എന്താണ്? എന്ത് സർക്യൂട്ടാ? എൽ ആർ സർക്യൂട്ട്. സൊല്യൂഷൻ എൽ, then this R connected to AC. Connected to AC. At this instant the voltage is V. At this instant the current is I. Current is same for both the components, no doubt. So you have to get an equation for V and I. Okay. So what is the first sentence? Consider. അപ്പോൾ ആദ്യം ഇതെല്ലാം ഞാൻ വരച്ചൊന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച കേസ് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. പറയൂ, എ സി സർക്യൂട്ട് റെസിസ്റ്റർ ഓൺലിയിൽ നമ്മൾ പഠിച്ചത് ഇഫ് ദിസ് ഈസ് എ വോൾട്ടേജ് എങ്ങനെയാണ്? ഇഫ് ദിസ് ഈസ് എ വോൾട്ടേജ് കറണ്ട് ഈസ് ഓൾസോ ഇൻ ദ സെയിം ലൈൻ, ആംഗിൾ ഒമേഗ ടി ആയിരുന്നു നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത എൽ ഓൺലി ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് പഠിച്ചത്? ഇതേ പടം പറയൂ. ഇവിടെ വോൾട്ടേജ് ആണല്ലോ, വോൾട്ടേജ് ഇങ്ങനെയായിരുന്നു, കറണ്ട് എങ്ങോട്ടായിരുന്നു മക്കളെ? കറണ്ട് ഇങ്ങോട്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പോൾ കറണ്ട് ബിഹൈൻഡ് ആയിരുന്നു അല്ലേ? എത്ര ബിഹൈൻഡ് ആയിരുന്നു? 90 ഡിഗ്രി ബിഹൈൻഡ് ആയിരുന്നു. എല്ലാം ഓർമ്മയിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. സോ കൺസിഡർ ആൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് എൽ ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ സീരീസ്. Okay, then the instantaneous value of current is same for both the components. See that current is represented as I. Okay, then if I is a current in resistor as well as inductor. If I is a current in resistor, the voltage in a resistor is along the same line, no doubt. Then what is the next one? If I is a current in inductor, what about the voltage in inductor? Tell me. This is a voltage in inductor. It is ahead of current. So this is a current in inductor. Voltage is ahead by 90. So voltage in inductor is like this. So this is a voltage in inductor. It is ahead by 90.
So here we have two voltages. How can we find the resultant? Resultant can be obtained by using parallelogram law method. Okay, so parallelogram I'm using. Okay, this is a resultant voltage. Okay, the resultant voltage is this one. The current is this one. Angle between these two is phi. So very clear. So voltage and current differ by a phase of phi. Voltage is ahead, current is behind for this circuit. If I represent current as Im sin omega t, the voltage can be represented as, voltage is ahead by phi. So voltage can be represented as Vm sin omega t plus phi. No problem. So I got the equation for current and voltage. Then I want phi. Am I right? So tan phi is equal to, say, what is tan phi? Tan, here you can find a triangle. So what is tan phi? Say opposite side by adjacent side. Listen properly. See, this is VR. Am I right? See, this side is VL. So this will be VL. No doubt. So what is tan phi? Opposite side by adjacent side. VL by VR. Then what is voltage in inductor? IR. So you just think that. So I into what is R? XL. Then voltage in resistor? IR. So I cancel. So tan phi is equal to what? Tan phi is equal to XL divided by R. So what will be phi? Phi is equal to tan inverse XL divided by R. No doubt. Then what is the next thing? Next we have to obtain V. So you can find a triangle here. So what is V? V equal to root of base square plus altitude square. VR square plus VL square. VR square plus VL square. Okay. So V equal to, tell me, root of, say, what is it? Say. So voltage in resistor IR, its square, plus voltage in inductor I into XL, its square. Then what is the next one? V equal to, say, root of I square R square plus I square XL square. No problem. So V equal to root of I square common. Balance inside. So R square plus XL square. Okay. I square taken out. So V equal to, it becomes I into root of R square plus XL square. Am I right? So V by I equal to root of R square plus XL square. Then V by I. What is V by I? Usually V by I is R. So here V by I is taken as Z. So Z equal to root of R square plus XL square. So clear? So we have all ideas regarding our circuit. We know the equation for current. We know the equation for voltage. We know the angle between current and voltage. Then we know what is ahead, what is behind. Then we know what is the impedance of the circuit. Okay? ഇനി നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ എന്താ പഠിക്കാൻ പോകുന്നത്? പവർ. അപ്പോൾ പവർ പഠിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആരാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടോ? ഇതാണ്. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ കണ്ടോ? എത്ര കൂടുതലാ? 5 കൂടുതൽ. അത് മനസ്സിലുണ്ടല്ലോ? ഇപ്പോൾ പറയണം. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ പവറാണ് പറയാൻ പോകുന്നത്. സോ പവർ ഓഫ് ദിസ് സർക്യൂട്ട്, പവർ ഓഫ് സീരീസ് LR circuit. Okay, so നമുക്ക് തുടങ്ങാം. Instantaneous value of current can be represented as Im sin omega t. Instantaneous value of voltage can be represented as Vm sin omega t plus phi. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ഇപ്പം പഠിപ്പിച്ച അങ്ങനെയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു പറയൂ I into V. ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ Im sin omega t into പറയൂ Vm sin omega t plus phi. ഒരു പ്രയാസമൊന്നും ഒന്നുമില്ല. അടുത്തെന്താണ്? പവർ ഈസ് ഈക്വൽ ടു പറയൂ Im Vm sin omega t into നേരത്തെ ഉള്ള അതേ ഡെറിവേഷൻ തന്നെയാണ്, sin omega t plus phi. Then what is sin a plus b? പെട്ടെന്ന് പറയൂ sin a plus b. കുറെ നേരം കൊണ്ട് ഒരേ സംഭവം എഴുതുന്നത് തന്നെ ഞാൻ പറഞ്ഞ ഒരേ മെത്തേഡിലാണ് എല്ലാം പോകുന്നതെന്ന് പറയൂ. sin a cos b പ്ലസ് cos a sin b എന്നാണ്. ഓക്കെ, ഇനി അടുത്ത് ബാക്കി ആൻസർ പറയണം. പവർ ഈസ് ഈക്വൽ ടു Im Vm sin omega t ഇൻറ്റു ഇതിൻ്റെ ആൻസർ പറ sin a cos b പ്ലസ്
കോസ് എ സൈൻ ബി എന്നാണ്. ഇനി വെളിയിലുള്ളതുകൊണ്ട് അകത്തുള്ളതിനെ ഇൻറ്റു ചെയ്യുക. സോ പവർ ഈസ് ഈക്വൽ ടു പറയൂ ഐ എം വി എം സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് അടുത്ത പറയൂ ഐ എം വി എം സൈൻ ഒമേഗ ടി വെളിയിലുണ്ട്, ബാക്കി കോസ് ഒമേഗ ടി സൈൻ ഫൈ എന്നാണ്. അടുത്ത് പവർ ഈസ് ഈക്വൽ ടു പറയൂ ഐ എം വി എം ബാക്കി നമുക്കിതിനെ എഴുതാം കോസ് ഫൈ ബാക്കി സൈൻ സ്ക്വയർ ഒമേഗ ടി. ഒരു പ്രയാസമല്ല, നേരത്തെ ഉള്ള എക്സാക്ട്ലി സൈൻ പറയും ഐ എം വി എം ആ സൈൻ ഫൈ എഴുതി, ബാക്കി സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഓക്കെ, ഇനി ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി നേരത്തെ അതുപോലെ 2 സൈൻ എ കോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ 2a എന്ന് എഴുതിയതുപോലെ ഇതിനെ എഴുതണം. പറഞ്ഞോ പവർ ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയൂ ഐ എം വി എം കോസ് ഫൈ ഐ എം വി എം കോസ് ഫൈ. അടുത്ത സ്റ്റെപ്പ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് നേരത്തെ ഉള്ള ഡെറിവേഷനിൽ അവിടെ മൈനസ് ആയിരുന്നു, അത്രയേ ഉള്ളൂ. ഐ എം വി എം ബൈ 2 ഐ എം വി എം ബൈ 2 ബാക്കി സൈൻ ഫൈ. അടുത്ത് ഇതിൻ്റെ ആൻസർ എന്താണ് 2 സൈൻ എ കോസ് എ സൈൻ 2a ആണ്, അപ്പോൾ സൈൻ 2 ഒമേഗ ടി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് എഴുതും ആവറേജ് വാല്യൂ ഓഫ് പവർ ഓവർ എ ഫുൾ സൈക്കിൾ പി ബാർ ഈക്വൽ ടു ഇതിൻ്റെ ആവറേജ്. അപ്പോൾ ഓരോ ടേം ആയിട്ട് ഇടുക. ഓക്കെ, ഓരോ ടേം ആവറേജിൻ്റെ അകത്ത് ഇട്ടു. ദെൻ പവർ ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ ഐ എം വി എം കോസ് ഫൈ ഇട്ടു, ബാക്കി ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് അടുത്ത പറയൂ ഐ എം വി എം ബൈ 2 സൈൻ ഫൈ ബാക്കി ആവറേജ് ഓഫ് സൈൻ 2 ഒമേഗ ടി. അടുത്ത ഇതിൻ്റെ ആൻസർ എത്രയാ നേരത്തെ ഉള്ളത് തന്നെ ഹാഫ്. ഇതിൻ്റെ ആൻസർ എത്രയാ 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു പറയൂ വി എം ഐ എം പറഞ്ഞോ കോസ് ഫൈ ഉണ്ട്, ഇതിൻ്റെ ആൻസർ 1/2. അവിടെ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0. ഇനി 2 നമുക്ക് √2 × √2 എന്ന് എഴുതാം. ഒരെണ്ണം ഇതിൻ്റെ അടിയിലും ഒരെണ്ണം ഇതിൻ്റെ അടിയിലും വയ്ക്കാം. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വി എം ബൈ √2 അടുത്ത് ഐ എം ബൈ √2 കോസ് ഫൈ എന്നാണ്. അടുത്ത സ്റ്റെപ്പ് പറയൂ പവർ ഈസ് ഈക്വൽ ടു ഇതിനെ വി ആർ എം എസ് എന്നെഴുതാം, ഇതിനെ ഐ ആർ എം എസ് എന്നെഴുതാം, അടുത്ത് കോസ് ഫൈ എന്ന് എഴുതാം. അടിപൊളി, നേരത്തെ ഉള്ള അതേ ഇക്വേഷൻ തന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സീരീസ് LR സർക്യൂട്ടിൻ്റെ കേസിലും പവറിൻ്റെ ആൻസർ എന്ത് തന്നെയാണ് വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ എന്ന് തന്നെയാണ്. അടിപൊളിയല്ലേ, സംഭവം സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ തുടങ്ങാം. ആദ്യത്തെ 2 ഇക്വേഷൻ മാത്രം ഞാൻ അവിടെ ഇട്ടേക്കും, ബാക്കി എല്ലാം ഇറൈസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് എനിക്ക് ആൻസറുകൾ കിട്ടണം, ചാടവട പറയണം. ഓക്കെ, പറയൂ പറയൂ വാട്ട് ഈസ് എ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ? പറയൂ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. വാട്ട് ഈസ് കറണ്ട്? ഐ എം സൈൻ ഒമേഗ ടി ഇൻറ്റു വാട്ട് ഈസ് വോൾട്ടേജ്? വി എം സൈൻ ഒമേഗ ടി പ്ലസ് 5. നോ പ്രോബ്ലം. ദെൻ മൾട്ടിപ്ലൈ. പവർ ഈസ് ഈക്വൽ ടു പറയൂ ഐ എം വി എം സൈൻ ഒമേഗ ടി ഇൻറ്റു ഇതിനെ മാറ്റണം അല്ലേ, ഇത് സൈൻ എ പ്ലസ് ബി ഫോമിലാണ് കിടക്കുന്നത്. എന്താണ് സാധനം? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. പെട്ടെന്ന് പറ, ആൻസർ പറയും, പറഞ്ഞോ. ഇതിനെ സൈൻ പറ മക്കളെ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഓക്കെ, ഇത്ര എഴുതി. ഇനി വെളിയിലുള്ള അകത്തുള്ളതിനെ എൻഡ് ചെയ്യുക. നമുക്ക് ചില സ്റ്റെപ്പുകളൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ചൊക്കെ നമ്മൾ എക്സ്പെർട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് 1-2 സ്റ്റെപ്പുകളൊക്കെ അങ്ങ് വിടാം, അത് ആരും മാർക്കൊന്നും കുറയ്ക്കില്ല. ബാക്കി പറയും ഐ എം വി എം ബാക്കി സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് അടുത്ത് ഐ എം വി എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ ഫൈ. അടുത്ത് പവർ ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയും ഐ എം വി എം കോസ് ഫൈ ബാക്കി സൈൻ സ്ക്വയർ ഒമേഗ ടി ബാക്കി പ്ലസ് ഐ എം വി എം
സൈൻ ഫൈ പറയൂ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് ബൈ 2 ഇൻറ്റു 2. അടുത്തത് 2 സൈൻ എ കോസ് എ ഫോം എന്താണ് സൈൻ 2a. അതുപോലെ ചെയ്യണം. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു ഐ എം വി എം കോസ് ഫൈ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഐ എം വി എം ബൈ 2 ദെൻ സൈൻ ഫൈ. അതിനെ മാറ്റി പറയൂ. ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? സൈൻ 2a പകരം ഒമേഗ ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആവറേജ് വാല്യൂ ഓഫ് പവർ ഓവർ എ ഫുൾ സൈക്കിൾ പി ബാർ ഈക്വൽ ടു ആവറേജ് ഓഫ് ദിസ് ടേം ആവറേജ് ഓഫ് ദിസ് ടേം. ദെൻ വാട്ട് ഈസ് ദ ബാലൻസ്? പവർ ഈസ് ഈക്വൽ ടു പറയൂ. ഇതിനകത്ത് ഐ എം വി എം കോസ് ഫൈ വെളിയിലെടുത്തു. ഐ എം വി എം കോസ് ഫൈ വെളിയിലെടുത്തു. ബാക്കി ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി. അടുത്ത് പ്ലസ് ഐ എം വി എം സൈൻ ഫൈ വെളിയിലെടുത്തു. പ്ലസ് ബാക്കി എവിടെ എഴുതാം? ഐ എം വി എം ബൈ 2 സൈൻ ഫൈ വെളിയിലെടുത്തു. ദെൻ ആവറേജ് ഓഫ് സൈൻ 2 ഒമേഗ ടി. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിൻ്റെ ആൻസർ ഹാഫ്, ഇതിൻ്റെ ആൻസർ 0. അപ്പോൾ ബാക്കി പറയും പവർ ഈസ് ഈക്വൽ ടു ഐ എം വി എം കോസ് ഫൈ ഇൻറ്റു ഹാഫ്. ബാക്കി ഇത് 0 ആയി. ദെൻ അടുത്ത സ്റ്റെപ്പ് 2നെ √2 ഇൻറ്റു √2 പറയൂ. സോ പവർ ഈസ് ഈക്വൽ ടു പറഞ്ഞോളെ ഐ എം ബൈ √2. അടുത്ത വി എം ബൈ √2 ദെൻ കോസ് ഫൈ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ പറയൂ പവർ ഈസ് ഈക്വൽ ടു ഇതിനെ ഐ ആർ എം എസ് അടുത്ത വി ആർ എം എസ് അടുത്ത കോസ് ഫൈ. സോ പ്രീവിയസ് കേസിലെ അതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെയും കിട്ടി. ഇവിടെ കോസ് ഫൈ ഈസ് നോൺ ആസ് നേരത്തെ പറഞ്ഞത് തന്നെ പവർ ഫാക്ടർ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഫുൾ സാധനങ്ങളും ഓർത്തിരിക്കണം. നമ്മൾ ഈ ഡെറിവേഷനൊക്കെ പഠിക്കുമ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ വേണം, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വേണം, കാണാതെ പഠിച്ചിരിക്കണം. പിന്നെ ആരാണ് ഹെഡ് എന്നറിയണം, അതിന് അവിടുത്തെ ഫൈയുടെ വാല്യൂ വേണം, സർക്യൂട്ടിൻ്റെ ഇമ്പിഡൻസ് വേണം, പിന്നെ പറഞ്ഞെന്താണ് പവറിൻ്റെ വാല്യൂ. പവറിൻ്റെ ആൻസർ നമുക്ക് ബൈ ഹാർട്ട് ആയി ഇപ്പോൾ തന്നെ വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, നമുക്കടുത്തതിലേക്ക് പോകാം.